ഈ പിണറായി വിജയൻ എനിക്കെതിരെ ആഞ്ഞടിച്ചു നടത്തിയ പത്രസമ്മേളനം, അതിൽ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ബ്രണ്ണൻ കോളേജിലിട്ട് ചവിട്ടി താഴെയിട്ടു എന്നൊന്നും അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞ വസ്തുത ഒരു ചതിവിന്റെ ശൈലിയിൽ അഭിമുഖത്തിൽ ചേർത്തതിന്റെ കുറ്റം എനിക്കല്ല. അത് മാധ്യമ പ്രവർത്തനത്തിന് അപമാനകരമായ ഒരു നടപടിയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പും പിണറായിയെ എനിക്കറിയാം, എന്നെ പിണറായി പറയും. എനിക്ക് പിണറായി വിജയനെ ചവിട്ടിയിട്ട് എനിക്കൊരു വലിയ അഭ്യാസിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ബോധവും മനസ്സും ആഗ്രഹവും എന്റെ മുന്നിലില്ല. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് വ്യക്തിപരമായി. പക്ഷേ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ടവർ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കണം. ഇത്രയും സംസ്കാരഹീനമായ ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതായിരുന്നു. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പദ്ധതി ഇട്ടുവന്നു. ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, ഒരു സ്വാനുഭവം, സ്വന്തം അനുഭവം, വെല്ലുതുടിക്കുന്ന ഒരു സ്വന്തം അനുഭവം പങ്കുവെക്കാൻ എഴുതി വായിക്കണം. ഞാനിപ്പോ എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതിയിട്ടല്ല. മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് അനുസൃതമായ പേപ്പർ, എഴുതി വെച്ച പേപ്പർ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം രാമായണം വായിക്കും പോലെ അദ്ദേഹം വായിക്കുന്നു. ഞാൻ ചോദിക്കുന്നു സ്വന്തം അനുഭവം ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ എഴുതി വായിച്ച അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായി കാണുക ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മരിച്ചുപോയ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ഫിനാൻഷ്യറും എന്നോട് പറഞ്ഞു വരുന്നു. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്ത് ഫിനാൻഷ്യറാണ്? ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും. ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും, പൊതുപ്രവർത്തകന്മാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും. പക്ഷേ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടായിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് അദ്ദേഹത്തോട്. ആ മരിച്ച ആൾക്ക് പേരില്ലേ, ഊരില്ലേ, അഡ്രസ് ഇല്ലേ? ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞ ആളാരാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസിൽ പരാതി കൊടുത്തില്ല? സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു ഒരു അധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം അറിയിക്കുക ആരെയാ? പോലീസിലല്ലേ? പോലീസിന് പരാതി കൊടുത്തോ? പിണറായി എന്തുകൊണ്ട് കൊടുത്തില്ല? ആരോടും അദ്ദേഹം പറഞ്ഞില്ല. എന്നാ പറഞ്ഞത്. ഭാര്യയോട് പോലും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഒരു മക്കൾക്ക് ഭീഷണിയുണ്ടെന്ന് വിവരം കിട്ടിയാൽ ആദ്യം അത് പങ്കുവെക്കുക അമ്മമാരോട്, ഭാര്യമാരോടാണ്. എന്തേ? ആ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഏറെ സമയവും ആ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്നത് മാതാവാണ്. മാതാവോട് പറയണ്ടേ കുട്ടികൾക്ക് ഇത്രയും ഒരു ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം എന്ന് ആരും പറയില്ലേ? പറഞ്ഞില്ല എന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പോലീസ് സ്റ്റേഷൻ പരാതിയില്ല, അത് മനസ്സിൽ വെക്കുക, എന്നിട്ട് കുറെ കഴിയുമ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ എതിരാളിക്കെതിരെ വിനിയോഗിക്കുക, എന്നിട്ട് പറയാ അയാൾ മരിച്ചുപോയി,
പേര് പറയുന്നില്ല, അദ്ദേഹം സുധാകരന്റെ ഒരു സാമ്പത്തിക സഹായിയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവ്യക്തമായ സൂചനകൾ ഒരു മുഖ്യമന്ത്രിയുടെ കസേരക്കും ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സിനും യോജിച്ചതല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തെ തട്ടിപ്പ് പരാതി എന്ന എനിക്ക് വിദേശ കറൻസി ഇടപാടുണ്ടെന്നാണ് ഇതാരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 വർഷം ഈ സംസ്ഥാനത്ത് സാമ്പത്തിക ഇടപാട് ഉടനീളം അഴിമതിയും സ്വജനപക്ഷപാതവും വെച്ച് പുലർത്തി പ്രവർത്തിച്ച ഒരു മന്ത്രി വിദേശ കറൻസി ഇടപാട് ഞാനല്ല നടത്തിയത്. വിദേശ കറൻസി ഇടപാട് നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കെല്ലാം അറിയില്ലേ? ഡോളർ തട്ടിപ്പ് നിങ്ങൾക്കറിയില്ലേ? ഞാൻ സ്മഗളറാണെന്നാ പറയുന്നത്. സ്മഗ്ലിംഗ് നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ ആരാ സ്മഗ്ലിംഗ് നടത്തിയത്? ഭരണത്തിന്റെ സർവ സന്നാഹങ്ങളുടെയും പിൻബലത്തോടുകൂടി ഇവിടെ സ്മഗ്ലിംഗ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ വലം കൈയായി നടന്ന സ്വപ്ന സുരേഷാണ്. 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു വനിതയെ ഉന്നത ശ്രേണിയിലിരുത്തി 3 ലക്ഷം രൂപ ശമ്പളം നൽകി 4 വർഷം കൂടെ കൊണ്ടു നടന്നിട്ട് മാധ്യമങ്ങൾ ആരാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ലെന്ന് ഈ സംസ്ഥാനത്തെ വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ആർക്കെങ്കിലും പറയാൻ തോന്നുമോ? ഐടിയുടെ സകല കോൺഫറൻസിനും സ്വാഗതം പറയുന്നത് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനിലും സർവ സാന്നിധ്യം സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. തിരിച്ചു വരുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. താമസിക്കുന്ന ഹോട്ടലിൽ സ്വപ്ന സുരേഷ് താമസിക്കുന്നു. 4 വർഷം കൂട്ടിക്കൊണ്ട് നടന്നിട്ട് ആരാണ് സ്വപ്ന സുരേഷ് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഏത് സ്വപ്ന, ഏത് സുരേഷ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ വിശ്വസിക്കുമോ? എന്നിട്ട് ഞാൻ ഡോളർ ഇടപാട് നടത്തിയത്, ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ സാധിച്ചു? അപാരമായ തൊലിക്കെട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു കള്ള വസ്തുത, കള്ള വാർത്ത പ്രചരിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾ പരിശോധിക്കണം. മണൽ മാഫിയുമായി എനിക്ക് ബന്ധമുണ്ട്, അന്വേഷിക്കണം മുഖ്യമന്ത്രി. മണൽ മാഫിയുമായി ബന്ധമുള്ളവരാണ് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഞാനെങ്കിൽ അന്വേഷിക്കണം. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ? സാമ്പത്തിക കുറ്റവാളിത്തമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധങ്ങളുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധം എനിക്കല്ല, ജസ്റ്റിസ് സുകുമാരൻ അടക്കം പറഞ്ഞത് നിങ്ങൾക്കാണെന്ന് വെടിയുണ്ട കണ്ടെടുത്തപ്പോ അതിനോടുള്ള സുകുമാരന്റെ കമന്റിനെതിരെ മാനനഷ്ട കേസുമായി കോടതിയിൽ പോയപ്പോ ആ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടി പിണറായി ഓർമ്മയുണ്ടോ? ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ചു ആ മാഫിയ ബന്ധമുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്ന് ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. ആരാണ് മാഫിയ? വെടിയുണ്ട ആരിൽ നിന്നാ പിടിച്ചത്? എന്നിൽ നിന്നല്ല, പിണറായി വിജയനിൽ നിന്ന്. എന്തിനാണ് വിജയൻ ഉണ്ട കൊണ്ട് നടന്നത്? ഒഴുകി തിന്നാനാണോ? അല്ലല്ലോ. വെടിയുണ്ടെങ്കിൽ തോക്കുണ്ടാവൂലോ. അപ്പൊ തോക്കുമായി നടക്കുന്ന, വെടിയുണ്ട പേരിൽ നടക്കുന്ന പിണറായി വിജയനാണോ മാഫിയ? അതല്ല, ഇതുവരെ ഒരു തോക്കും വാങ്ങാത്ത, ഉപയോഗിക്കാത്ത ഞാനാണോ മാഫിയ? ചിലക്കൽ രാജാസ് സ്കൂളിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തു, പാർട്ടി ഫണ്ട്, രക്തസാക്ഷികളുടെ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു, DCC ആഫീസിന്റെ പണം മിസ്യൂസ് ചെയ്തു. ഇതൊക്കെ അന്വേഷിക്കാൻ
പിണറായി വിജയൻ വേണ്ട, അതിന് എന്റെ പാർട്ടിയുണ്ട്. എന്റെ പാർട്ടി എവിടെയുണ്ട്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും പിണറായി വിജയന് പരാതി വന്നാൽ നിങ്ങൾ അന്വേഷിക്കണം, പോലീസിനെ വെച്ച് അന്വേഷിക്കണം. നടപടിയിൽ വസ്തുതയുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യണം. നട്ടലുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. അല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സും രാഷ്ട്രീയ വിദ്വേഷവും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. തുറന്ന മനസ്സ് ഒരു മുഖ്യമന്ത്രിക്ക് വേണം, ശുദ്ധമായ മനസ്സ് മുഖ്യമന്ത്രിക്ക് വേണം. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി നടത്താൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ജനങ്ങൾ അതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മമ്പലം ദിവാകരനെ കൊല്ലാനയച്ചു ഞാൻ ആളെ. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച തുക ഞാൻ ദുരുപയോഗം ചെയ്തു. കണ്ണൂരിൽ വന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവിടെ നിങ്ങൾ വെട്ടിക്കൊന്ന CPM വെട്ടിക്കൊന്ന പിണറായി വിജയന്റെ നിർദ്ദേശത്തിൽ വെട്ടിക്കൊന്ന എത്ര രക്തസാക്ഷികളുണ്ടോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, കുടുംബസഹായം ഫണ്ട് കൊടുത്തിട്ടുണ്ട്, വീട് വേണ്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എവിടെയും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അത്തരമൊരു സുരക്ഷിതത്വമുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കണ്ണൂരിൽ എന്നെ സംബന്ധിച്ച് അത് സത്യമായും സക്രിയമായും നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. SN ഇന്ത്യൻ കോളേജില് പഠിക്കുന്ന കാലത്ത് CH മുഹമ്മദ് കോയിയുടെ പരിപാടി കലക്കി എന്നാണ് മറ്റൊരു ചർച്ച. അതിന്റെ അകത്ത് എവിടെയോ ടാർഗറ്റ് വെച്ചാണ് ആ മർമ്മ പ്രയോഗം എന്നെനിക്കറിയാം. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങില്ല. CH മുഹമ്മദ് കോയ ഇന്ത്യൻ കോളേജിൽ വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ എതിർ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെയല്ല, അദ്ദേഹത്തിന്റെ ആ ഫംഗ്ഷനെതിരെ. അതല്ലാതെ മുഹമ്മദ് കോയയെ വ്യക്തിപരമായി അപമാനിക്കുന്നതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ പിണറായി വിജയൻ ഈ ബ്രണ്ണൻ കോളേജിൽ എന്നെ നഗ്നനായി ബ്രണ്ണൻ കോളേജിൽ നടത്തിയിട്ടുണ്ട്. എന്തോ ദുസ്വപ്നം കണ്ടാണ് അദ്ദേഹം എന്ന് പത്രസമ്മേളനം നടത്തിയത്. അന്നത്തെ ബ്രണ്ണൻ കോളേജിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്കറിയാലോ, എന്റെ കണ്ണമ്പർ അറിയൻസായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃബന്ധം എനിക്കിപ്പോഴുമുണ്ട്. അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. KSFI അല്ലെ, ആ KSF നാമമാത്രമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കൊല്ലം അവിടെ KSFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സഖാബ് ഭാരതിയ. 35 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവരാണ് CH മുഹമ്മദ് കോയയുടെ പരിപാടി സംരക്ഷിച്ചത് KSU ഗുണ്ടായുസത്തിൽ നിന്ന്. AK ബാലൻ അവിടെ വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 സാധ്യത. മമ്പലം ദിവാകരൻ അവിടെ വന്നത് എപ്പോഴാ? 71 മമ്പലം ദിവാകരൻ എറണാകുളം കോളേജിലേക്ക് വന്നത്. പിണറായിയുമായുള്ള സംഘട്ടവും ഒക്കെ 67 സംഭവ. 67 സംഭവം. ഞാൻ ഫസ്റ്റ് EC വിദ്യാർത്ഥി. ഇവരൊക്കെ എന്റെ പിൻഗാമികളാ. AK ബാലനും മമ്പലം ദിവാകരനും ഒക്കെ. പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വന്നു എന്നൊരു യാഥാർത്ഥ്യം, അവിടെ സംഘർഷം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ ചിത്രം മനോരമയിൽ വന്ന വാർത്ത അതൊരു സത്യം. പക്ഷേ അത് അങ്ങനെ പരസ്യമായി പ്രചരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാത്ത ഒരു സംഭവം പത്രപ്രവർത്തകന്റെ തെറ്റായ നടപടി കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. അത് പിടിച്ച് എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഞാൻ എല്ലാ തരത്തിലും നിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും മണൽ മാഫിയ, ഏതെങ്കിലും സാമ്പത്തിക മാഫിയ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഗുണ്ടായിസത്തിന്റെ ഗ്രൂപ്പുകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ആ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ അതിന് എല്ലാ പിന്തുണയും പിൻബലവും എന്റേതുണ്ടാകും എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കാം.
വാർത്ത കൊടുക്കാനായി ഒരു വാർത്ത ഞാൻ കൊടുത്തിട്ടില്ല. ഈ വാർത്ത 4-5 വർഷത്തിന് മുമ്പ് കോട്ടയത്തിൽ നിന്ന് ഉയർന്നു വന്ന വാർത്തയാണ്. ഇതുപോലെ ഒരു KSUവിന്റെ പ്രവർത്തകനായിരുന്ന പത്രപ്രവർത്തകൻ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു എന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന് വന്നതാണ്. ഇതുപോലെ അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ വാർത്ത വേണ്ട, ആ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ എനിക്കത് അറിയാനാണ്, താല്പര്യം കൊണ്ടാണ്, ഞാൻ പഴയ KSU അല്ലേ എന്ന് പറഞ്ഞപ്പോ ആ നടന്ന സംഭവം അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അതിനകത്ത് ചെറിയ തിരുത്തു വരുത്തി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതൊരു സത്യം. പക്ഷേ പ്രസിദ്ധീകരിക്കരുത് എന്ന നിബന്ധനയോടുകൂടി ഒരു സ്വകാര്യ സംഭാഷണം, ആ സംഭാഷണം പത്രത്തിൽ വരുന്നത് എന്റെ കുറ്റമല്ല, അത് മാധ്യമ രംഗത്തെ പ്രവർത്തനത്തിന്റെ ദോഷമാണ്, കുറ്റമാണ്. അതിന് ഉത്തരം പറയേണ്ടത് മാധ്യമ പ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഗോതയിലൊന്നും മത്സരിക്കാൻ പോകില്ല. അത് അങ്ങനെ പിടിക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും അന്നേ പിണറായിക്കില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച്, നാട്ടുകാരോടൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിണറായി വിജയന്റെ അഭ്യാസം എന്താണ്, പിണറായി വിജയന്റെ ആരോഗ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തെ കാണുമ്പോ നിങ്ങൾക്കൊരു ഫയൽമാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാലോ, എനിക്കെന്താ കുഴപ്പം? പാർട്ടിയിനകത്ത് പാർട്ടി വിരുദ്ധരുണ്ടാവില്ലേ? പാർട്ടിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അതൊക്കെ അക്രമിയായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, RSS ആയി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ഞങ്ങൾക്കറിയാം. അതൊന്നും കാട്ടി എന്നെ വരട്ടണ്ട. അതൊക്കെ CPM-ന്റെയും മാധ്യമരംഗത്തെ CPM മാഫിയയുടെയും പ്രവർത്തനത്തിന്റെ ഭാഗം എനിക്കറിയാം. ചോദ്യം ചോദിക്കുക, നിങ്ങൾ ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ചോദ്യത്തിന്റെ കടലാസെടുത്ത് മറുപടി വാങ്ങിക്കുക. സ്വന്തം മകൾക്ക് ഭീഷണിയുള്ളത്, ആ ഭീഷണി വന്നത്, അതിനെക്കുറിച്ചൊരു മുഖ്യമന്ത്രി പറയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് നോക്കി വായിക്കുക. സ്വന്തം ദുഃഖവും അനുഭവവും നിങ്ങളുമായി പങ്കുവെക്കാൻ എഴുതിയെടുത്ത രേഖയുമായി വേണോ മുഖ്യമന്ത്രിക്ക് നിങ്ങളെ കാണാൻ? ഞാനിപ്പോൾ രേഖ വെച്ചാണോ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലേ? എന്താ അതിനകത്തുള്ള വസ്തുത പരിശോധിക്കണം നിങ്ങൾ. അദ്ദേഹത്തിന് ജോലി കൊടുത്തത് DCC ഞങ്ങളാ കൊടുത്തത്, ഞാനാ കൊടുത്തത്. ഏതായി സുഹൃത്ത്? എന്തൊരു ഐഡന്റിഫിക്കേഷൻ പറ. എന്താ വെളുത്തിട്ട് കറുത്തിട്ട് നീണ്ടിട്ട് എന്താ പരന്നിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നു. എന്നാൽ മനസ്സിലാവും, നമുക്കല്ല ഒരുപാട് സുഹൃത്തുക്കളില്ലേ? ആരാണ് ആ സുഹൃത്ത്? ഒരു ആത്മാർത്ഥ സുഹൃത്തേ എനിക്കുള്ളൂ. നിങ്ങളെ പറ്റിയാ പറഞ്ഞ നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. Can you find out it? സാധാരണ ഒരു മനുഷ്യന് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ആ പറഞ്ഞതിന്റെ ഒക്കെ രത്നചുരുക്കം എന്താ? അദ്ദേഹം പറയുന്നു, അദ്ദേഹം വേറൊരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കേരളത്തിന് മോശം. ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ. പിണറായിയെ കുറിച്ച് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞോ ഇവിടെ? പെണ്ണങ്ങളുടെ വീരകഥ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. ഞാൻ പറഞ്ഞോ? പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞോ? പറഞ്ഞ പിണറായിയോട് നിങ്ങൾ വെച്ച് ചോദിക്കുക. ഈ ചോദ്യമാണത്തോടെ അതല്ലേ വേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞോ നിങ്ങളോട് ഞാൻ ഈ കഥ? ഇല്ലല്ലോ. പിണറായി പറഞ്ഞത് കൊണ്ടല്ലേ ഞാനിത് പറഞ്ഞത്. ബന്ധപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല. അന്ന് വെണ്ണം കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയും പഠിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പമ്പളം ദിവാകരനൊന്നും അന്ന് കോളേജിലില്ല. അദ്ദേഹം 71-ലാണ് വെണ്ണം കോളേജിൽ വന്നത്. അതുപോലെ AK ബാലൻ വെണ്ണം കോളേജിലില്ല. 71-ലാണ് AK ബാലൻ വന്നത്. അവിടെ ഉള്ള അന്നത്തെ തലമുറയിലെ ആരോട് ചോദിച്ചോ? അധ്യാപകരോട് ചോദിച്ചോ? സ്റ്റാഫോട് ചോദിച്ചോ? വിദ്യാർത്ഥികളോട് ചോദിച്ചോ ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്? എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ? എന്റെ നാവിലുള്ള ഞാൻ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയില്ല. ഇല്ല. അതെ, അതറിഞ്ഞിട്ടുണ്ട്. അതറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അത് പിണറായി പറഞ്ഞതല്ല അറിഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇല്ലെന്ന് മമ്പലത്തിവാരം പറഞ്ഞിട്ടില്ല. മമ്പലത്തിവാരം പറഞ്ഞത് ഞാനുള്ളപ്പോ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അദ്ദേഹം കോളേജിലില്ല. അദ്ദേഹം 71-ൽ വന്നതാ. മാറ്റി പറയണ്ട. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവരെന്തിനാ പറയാൻ നിൽക്കുന്നത്? അവരെ പറയണമെങ്കിൽ ഞാൻ ഹാജരാക്കാം.
ഹാജരാക്കേണ്ട ആളുകൾ വേണ്ടിക്ക് ഞാൻ അടുത്തൊരു പത്രസമ്മേളനത്തിൽ ഒരു 10 or 20 ബ്രിണ്ണൻ കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലെ ആളുകളെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം. വേണോ? അധ്യാപകന്മാരെ ഹാജരാക്കാം. വേണോ? വേണോ? ബ്രിണ്ണൻ കോളേജിലെ അധ്യാപകരെ ഹാജരാക്കാം. നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്കും ഒരു അന്വേഷണ കൗതുകം കാണിക്കാം. ആ കോളേജിൽ ആ സമയത്തുള്ളവരെ കണ്ടുപിടിക്കാം, അവിടെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടുപിടിക്കാം, അവരോടൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ചോദിച്ചറിയാം. ഒരു റിസ്ക് എടുക്ക്. പത്രധർമ്മം അങ്ങനെയൊക്കെയല്ലേ നടത്തേണ്ടുന്നത്. അല്ലാതെ എല്ലാം നമ്മളിൽ നിന്ന് കേട്ടിട്ട് അതിന്റെ മേലെ ഇരിക്കാൻ നിങ്ങൾ നോക്കല്ല. ഒന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാർത്തയുടെ വസ്തുത നിങ്ങൾ കണ്ടുപിടിക്കണം. വെറുതെ എഴുതാൻ പഠിച്ചാൽ പോരാ. ആ ഫ്രാൻസിസും പിണറായിയും തമ്മിൽ തന്നെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഫ്രാൻസിസ് എന്ന് പറയുന്ന പേരാമ്പ്രയിൽ നിന്നൊരു വിദ്യാർത്ഥി നെല്ലുണ്ടായിരുന്നു. എന്റെ സീനിയറായിരുന്നു ഫ്രാൻസിസ്. അദ്ദേഹം എസ്എഫ്ഐക്കാരുമായി 2 or 3 പരസ്യമായ തല്ലുകൊണ്ടൽ നടന്നിട്ടുണ്ട്. അതിലൊന്ന് പിണറായി സംസാരിക്കാൻ വന്ന ഒരു പബ്ലിക് മീറ്റിംഗിലാണ്. അത് ആ മീറ്റിംഗിൽ വെച്ച് ഫ്രാൻസിസിനെതിരെ വളരെ മോശമായി ഇദ്ദേഹം സംസാരിച്ചപ്പോ ആ പ്രസംഗം കേൾക്കാൻ മുൻപിൽ തന്നെ കാത്തിരുന്ന KSUവിന്റെ ആളുകൾ പിണറായിയെ എതിർത്തിട്ടുണ്ട്. സത്യമാണ് ഇതൊക്കെ. ഇതൊന്നും മറച്ചു വെക്കാൻ ഇതൊക്കെ ഒരു കോളേജ് സംഭവങ്ങളാണ്. അതൊന്നും ഒരു വലിയ ഞാനൊരു വലിയ ആനക്കാരിയൊക്കെ കാണുന്നില്ല. കോളേജിൽ ഇതിനപ്പുറത്തൊക്കെ നടക്കും, സ്വാഭാവിക. അതൊന്നും എടുത്ത് പൊക്കി നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നടന്നിട്ടുണ്ടാവാം, പക്ഷെ അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ മനസ്സില്ല. പിണറായി വിജയൻ അക്രമത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാ കണ്ടോത്ത് ഗോപി. DCCയുടെ ജില്ലാ സെക്രട്ടറിയാ അദ്ദേഹം. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിണറായി ദിനേശ് BD സൊസൈറ്റിയിൽ 26 ലേബർ തൊഴിലാളികളാണ്. 12 AITCയുടെയും അതുപോലെ തന്നെ 12 INTUCയുടെയും 2 HMSന്റെയും തൊഴിലാളികളെ അവിടെ നിയമനം നടത്തിയിരുന്നു. അന്ന് ആ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ അടിയന്തരാവസ്ഥ കരുതൽ തടങ്കലിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ആ കാലഘട്ടത്തിലാണ് ഈ നിയമനം നടന്നത്. ആ നിയമനം നടന്ന് അതിനുശേഷം 77 കേരളത്തിൽ PKVയുടെ ഭരണം നിലനിൽക്കുന്ന സമയം കേന്ദ്രത്തിൽ മൊറാർജി ദേശായിയുടെ ഭരണം ഉള്ള ആ ഒരു ഘട്ടത്തിൽ ഈ 26 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. 26 പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് നാഷണൽ BD ആൻഡ് സിഗർ വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ. N. രാമകൃഷ്ണൻ പ്രസിഡന്റ്. അങ്ങനെ ആ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം അന്ന് കാലത്ത് 10 മണിക്കായിരുന്നു. ആ 10 മണിക്ക് ഒലയമ്പലം ബസാറിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഒലയമ്പലം ബസാറിന്ന് വെണ്ടിട്ടായി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടത്ത് ഭാഗത്ത് ഉള്ള ഇപ്പോഴത്തെ ഒരു ബസ് ഷെൽട്ടറാണ്. അവിടെ ഞാനും മിനിഞ്ഞാന്ന് മരണപ്പെട്ട സുരേന്ദ്രബാബു എന്നൊരു ബാബു മാസ്റ്റർ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു 10-30 പേര് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആയുധധാരികളായിട്ടുള്ള ആളുകൾ വന്നത്. അങ്ങനെ പിണറായി വിജയൻ മുമ്പിലുണ്ട്, കൊടുവാൾ അയാളെ കയ്യിലുണ്ട്. ആ കൊടുവാള് ഉയർത്തിക്കൊണ്ടാണ് താനാണോടോ ജാഥാ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ കൊടുവാൾ കൊണ്ടെടുത്ത് വെട്ടുകയും ആ കഴുത്തിനുള്ള വെട്ട് ഞാൻ അത് കൈകൊണ്ട് തടുത്തപ്പോഴുണ്ടായ മുറിവാണിത്. ആ അന്നത്തെ സമയം അന്ന് AITCയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദൻ അദ്ദേഹമാണ് ആ ജാഥയുടെ ഉദ്ഘാടകൻ. അങ്ങനെ ആടുന്ന MP കൃഷ്ണനായിരുന്ന നമ്മളെ പഴയ കോൺഗ്രസ് നേതാവ് പരേതനായ MP കൃഷ്ണൻ നായർ, അതുപോലെ തന്നെ കാരായി ശ്രീധരൻ എന്ന് പറയുന്ന CPIയുടെ നേതാവുണ്ട്. അദ്ദേഹം കൂടി എന്നെ ആശുപത്രിയിൽ അവിടെ പിണറായി ആശുപത്രിയിൽ കൊണ്ടുപോയി കൈക്ക് മരുന്ന് വെച്ച് തുന്നിക്കെട്ടി
ആർന്ന് വീണ്ടും ഞാൻ ഈ ജാഥ ഉദ്ഘാടനത്തിൻ്റെ ജാതിയായിട്ട് പോകുന്ന പല സ്ഥലത്ത് വെച്ചിട്ടും എത്തേക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവത്തിൻ്റെ കേസ് പോലും എന്താ വെച്ചാൽ പിണറായി വിജയൻ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവിടെ പിണറായി ആശുപത്രിയിലായാലും ധർമ്മടം പോലീസ് സ്റ്റേഷനിലായിരുന്നാലും സ്വാധീനിച്ച് പല വിധത്തിലുള്ള കേസ് മായ്ച്ചു കളയാൻ സാധിക്കുമെന്നത് വസ്തുതയാണ്. അങ്ങനെ ആ കേസ് അതിനുശേഷം അദ്ദേഹം അതിന് പോലീസ് FIR ഇടുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എൻ്റെ അടുക്കൽ നിന്ന് എടുത്തെങ്കിലും FIR ഇടാതെ കേസ് തേച്ചു മാച്ച് കളഞ്ഞ അതായിരുന്നു സംഭവം. ഓ പിണറായി വിജയനാണ് കൊത്തിയത് എന്നുള്ളത് ഞാനന്ന് പോലീസിൽ പറഞ്ഞിരുന്നു. ഓ കേസെടുക്കാനായിട്ട് വരാൻ പോലീസിൽ പറഞ്ഞു. ആ പോലീസിൽ പറഞ്ഞു അന്നത്തെ DYSPയോടും CEയോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു വസ്തുതയൊന്നുമല്ല, 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പിണറായി വിജയൻ ഒരു കൊലക്കേസിലെ 1ാം പ്രതിയായ കേസിന്റെ FIR ആണ്. ഈ കടലാസ് ആരാണ് കൊന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ 20 വർഷത്തെ അദ്ദേഹത്തിന്റെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന BJP-കാരൻ, ജനസംഘക്കാരൻ. തലശ്ശേരിയിൽ കലാപുണ്ടായി CPM-ഉം BJP-യും. അതിന്റെ തുടക്കം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. ആരാ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതും സ്വന്തമായി കയ്യിൽ വാളെടുത്ത് വെട്ടി എന്നാണ് പിണറായി വിജയനെതിരെയുള്ള ചാർജ്. 1ാം പ്രതി പിണറായി വിജയൻ. ഞാനിത് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ, ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പിന്നാമ്പുറത്തുകൾ അറിയണ്ടേ? ഗോപിയുടെ കേസ് ഇപ്പൊ ഗോപി അനുഭവസ്ഥൻ. അദ്ദേഹത്തിന്റെ മുറിപ്പാട് കാണിച്ച കൈ കട്ട് ചെയ്ത് പോകേണ്ടതാണ്. അത്രയും ഒരു ഇഞ്ച് പോയെങ്കിൽ ആ കൈ മുറിഞ്ഞു പോകും. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആശുപത്രിയിൽ പോയി തുന്നിക്കെട്ടി സമരം വിജയിപ്പിക്കുന്നത് വരെ അവിടെ നിന്നും പരാതി കൊടുത്തു. പിണറായി വിജയനെ പോലത്തെ ഇടതുപക്ഷത്തിലെ കരുത്തനായ ഒരു നേതാവിന് ഒരു FIR ഇല്ലാതാക്കാൻ വലിയ പ്രയാസമുണ്ടോ? വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയാ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൊലപാതകമുണ്ട്, പെണ്ണുട്ടായി ബാബു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവിന്റെ 20 വർഷത്തെ ബോഡി ഗാർഡാണ്. തമ്മിൽ തെറ്റി, നിസ്സാര കാര്യം. ബാബു കുറച്ചു നാളായി അദ്ദേഹത്തെ കാണാൻ പോവില്ല. ബാബുവിന്റെ സ്വഭാവം അറിയുന്ന പിണറായി കുണ്ടകരയിട്ട് തലശ്ശേരിയിൽ കോടതിയിൽ ഒരു കേസിന് പോകുന്ന പെണ്ണുട്ടായി ബാബുവിനെ വെട്ടി നുറുക്കി കൊന്നു. ഊര് വിലക്ക് പ്രഖ്യാപിച്ചു ആ വീടിന്. പിണറായി വിജയന്റെ വീടിന്റെ തൊട്ടടുത്ത ബാബു. പിണറായി പഞ്ചായത്തിൽ ബാബുവിന്റെ വീടിന് ഊര് വിലക്ക് കൽപ്പിച്ചു. ബോഡി കൊണ്ടുപോയി വെച്ചു. ബന്ധുക്കൾ മാത്രം, പുറത്തുനിന്ന് ആരുമില്ല. മഴ ചാറിപ്പാറി പെയ്യുന്നു, ലൈറ്റ് ഇല്ല. അടുത്ത വീട്ടിൽ നിന്ന് ലൈറ്റ് എടുക്കാൻ നോക്കി, ലൈറ്റ് കൊടുത്തില്ല. മാക്സിന് പോയി, മാക്സ് കൊടുത്തില്ല. കുഴിക്കാൻ ആളെ നോക്കി, ആളെ കിട്ടിയില്ല. അവസാനം പുറത്തു നിന്ന് ഞങ്ങൾ ആളെ അയച്ച് ബാബുവിന്റെ ബോഡി മറവ് ചെയ്തത് പിണറായിയിലെ ജനങ്ങൾക്ക് മറക്കാൻ ഇന്നും കഴിയില്ല. വെടിയുണ്ട പിടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ഒരു സമാധാനവാദിയുടെ കയ്യിൽ നിന്ന് വെടിയുണ്ട പിടിക്കോ? വെടിയുണ്ട ഒരു മാഫിയ ലക്ഷണത്തിന്റെ സിംബളാ. അതുകൊണ്ടാണ് ജസ്റ്റിസ് സുകുമാരൻ അത് പറഞ്ഞത്. അപ്പോ ആരാണ് പിണറായി? ബേസിക്കലി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആരാണ്? വർഗപരമായി എങ്ങനെ വിലയിരുത്തണം? കേരളത്തിലെ ജനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം, വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോ അരയടിക്കുന്ന അഴിമതി കേസിൽ മുങ്ങി നിൽക്കുക പിണറായി. ഒന്നല്ല, എത്രയോ കേസുകളിൽ. അതിലേറ്റവും പരമപ്രധാനമാണ് മരമുറി കേസ്. മരമുറി കേസിന്റെ അകത്ത് നിന്ന് പ്രതിപക്ഷ നേതാവും UDF-ന്റെ നേതാക്കളും പോയി. അവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, തട്ടിപ്പ് മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞ തട്ടിപ്പാണ്, ബന്ധപ്പെട്ട മന്ത്രിമാരുടെ തട്ടിപ്പാണ്. കർഷകന്റെ മരം കർഷകൻ മുറിക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ നിയമം ദുരുപയോഗം ചെയ്ത് എത്ര കോടിയുടെ മരം കടത്തി നിങ്ങൾ പരിശോധിക്കണം. ഏത് കേസ്? നാൽപ്പാടി വാസു കേസിൽ എന്താ? അതും പറയാൻ അവസരം നന്നായി. നാൽപ്പാടി വാസു കേസിൽ ഞാൻ എല്ലാ പ്രതി, എന്റെ ഗഡ്മേന. എന്താ നാൽപ്പാടി വാസു കേസ് നിങ്ങൾക്കറിയോ?
ഞാൻ കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന രാഷ്ട്രീയ ജാഥ, ആ ജാഥയെ മട്ടന്നൂരിലെ മട്ടന്നൂരിലെ നഗരത്തിന്റെ പേര് ഓർമ്മയില്ല, അവിടെ വെച്ച് CPM കാര് തടഞ്ഞു നിർത്തി കാർ അടിച്ച് പൊളിച്ച് എന്നെ ആക്രമിക്കാൻ പോകുമ്പോ ഇടതുപക്ഷ സർക്കാരും UDF സർക്കാരും എനിക്ക് നൽകിയ എന്റെ ഗൺമേനാണ് വെടിവെക്കുന്നത്. അവര് CPM-കാർക്കെതിരെയല്ല, CPM-കാർ വരാതിരിക്കാൻ അടുക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു ഭാഗം തിരിഞ്ഞ് വെടിവെച്ചപ്പോ അങ്ങ് അകലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇതിലൊന്നും പങ്കാളിത്തമില്ലാതെ ദൃക്സാക്ഷിയായി നോക്കി നിന്ന വാസുവിനാണ് വെടികൊണ്ടത്. ഞങ്ങൾ ആരും വെടിവെച്ചതല്ല. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ അവിടെ ഉണ്ടായിസം കാണിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളോട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്കൊരു ടീം വന്ന് കണ്ണൂരിൽ കഴിഞ്ഞ കാലത്തെ കൊലപാതകത്തെ അന്വേഷിക്കാമോ? കോൺഗ്രസ് എത്ര കൊലപാതകം നടത്തി? സുധാകരനാണ് ഗുണ്ട, സുധാകരനാണ് ക്രിമിനൽ, സുധാകരനാണ് കൊല നടത്തുന്നത്. ഞാൻ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഒരു CPM-കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 28 കോൺഗ്രസിന്റെ പ്രവർത്തകരെ വെട്ടി നുറുക്കി കശാപ്പ് ചെയ്ത മണ്ണ കണ്ണൂരിന്റെ മണ്ണ്. എനിക്ക് നേരെ നിരവധി അറ്റംപ്റ്റുകൾ നടന്നു. പിണറായി വിജയൻ 100 കണക്കിന് പൊതു സ്റ്റേജിൽ പ്രസംഗിച്ചു. സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ജീവിക്കാൻ അനുവദിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3 തവണ എന്റെ 3 കാർ ബോംബ് പറഞ്ഞ് തകർത്തു. നേരോ എസ്കേപ്പ്. പെണ്ണാർ വള്ളിയുടെ സംഭവത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ദൈവത്തിനെ അറിയൂ. ഞാൻ ദൈവത്തിലെ ഏറ്റവും ശക്തനായ വിശ്വാസിയായത് പെണ്ണാർ വള്ളി സംഭവത്തിന് ശേഷമാണ്. അതിന്റെ വിസ്തരിച്ചു പോകുന്നില്ല. അങ്ങനെ എനിക്കെതിരെ നടന്ന് എബോർട്ട് ചെയ്തു പോയ എത്രയോ സംഭവങ്ങൾ. എന്റെ വീടിന് 13 വർഷം പ്രവർത്തകന്മാർ കാവല. ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ പിറകിലും മുമ്പിലും എനിക്ക് പാർട്ടിക്കാരുടെ അകമ്പടിയാ. പോയ വഴിക്ക് ഞാൻ തിരിച്ചു വരാറില്ല. അത്തരമൊരു രാഷ്ട്രീയ ചുറ്റുപാടില CPM-മായി ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ടും 28 പേരെ വെട്ടിക്കൊന്നപ്പോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കൈപ്പിടിയാണ് സേവരി നാണുവിന്റെ കൊല. ആ ഒരു കൊലയല്ലാതെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് സംശയമുണ്ടെങ്കിൽ കണ്ണൂർ എന്ന് വരാം, സർവേ നടത്താം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ഒരു 15-20 വർഷക്കാലമായി കോൺഗ്രസിന്റെ എത്ര തടവുകാർ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജയിലുണ്ട് എന്ന് പരിശോധിക്കണം. CPM-ൽ എത്ര പേരുണ്ടെന്ന് പരിശോധിക്കണം. ഇപ്പോഴുമുണ്ട് CPM-ന്റെ 10-20 പ്രതികൾ, കൊലയാളികളായ പ്രതികൾ. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ജയിലിൽ പ്രതിയായി ഉണ്ടായിട്ടില്ല. ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ആണ് കോൺഗ്രസ് എങ്കിൽ എന്റെ കുട്ടികൾ ശിക്ഷിക്കപ്പെടില്ലേ? എന്റെ കുട്ടികൾ കേസിന്റെ അടുത്ത് പ്രതിയാവില്ലേ? അവര് സ്വാഭാവികമായും അത് നിങ്ങൾക്കൊരു തെളിവാക്കില്ലേ? പക്ഷെ കാണിക്കാമോ നിങ്ങൾക്ക് കണ്ണൂരിൽ ഒരിടത്ത് ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ സേവരി നാണുവിന്റെ കൊലയല്ലാതെ എന്റെ കാലഘട്ടത്തിൽ കണ്ണൂരിൽ CPM-ന് നഷ്ടപ്പെട്ട ഒരു CPM പ്രവർത്തകന്റെ പേര് പിണറായി പറഞ്ഞാൽ KPCC പ്രസിഡന്റ്ഷിപ്പ് ഞാൻ ഇന്ന് രാജിവെക്കും. ഇല്ല, ഞാൻ പ്രതിയല്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. EP ജയരാജന്റെ വധശ്രമ കേസിൽ ഞാനാണ് പ്രതി. ഞാൻ പ്രതിയല്ല. എന്നെ പ്രതിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനെ അടക്കം സ്വാധീനിച്ച് എന്നെ ആ കേസിൽ പ്രതിയാക്കാൻ നിങ്ങളുടെ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ എനിക്കൊരു റോളുമില്ലെന്ന് പറഞ്ഞ് ആ പ്രതിപട്ടികയിൽ നിന്ന് എന്നെ ഒഴിവാക്കി. ഞാൻ കേസിൽ പ്രതിയല്ല. ഏതെങ്കിലും ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ ഞാൻ പ്രതിയാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ കണ്ണൂരിൽ? എനി വൺ ഓഫീസ് എവിടെ? എനിക്കെതിരെ ഏതാ കേസ്? അത് ആ കേസിൽ പ്രതിയല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? മലയാളമല്ലേ പറയുന്നത്? പറയാനുള്ളൂ. മരമുറിയുടെ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അത് നിങ്ങൾ ശ്രദ്ധ തിരിക്കാനാണ് ഈ നടപടിയെങ്കിൽ നിങ്ങള് അത് വ്യാമോഹ. മാധ്യമത്തിലെ CPM ആളുകളും CPM ഭേദന്മാരും പിണറായി വിജയനും ഇടതുപക്ഷവും ഒരുമിച്ച് ആലോചിച്ച് അത് വഴിതിരിച്ചു വിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് ആള് കത്തിക്കും. പിന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് BJP ചൂണ്ടിക്കാട്ടിയിട്ടല്ലേ? ആ
ഉത്തരം കിട്ടണം. ആരാണ് BJP-യുടെ ഔദാര്യം പറ്റി നടക്കുന്നവർ? 71 തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ കന്നി മത്സരം വന്ന കൂത്തുപറമ്പിൽ ജയിച്ചു. എങ്ങനെ ജയിച്ചു? താഴത്ത് രാഘവൻ എന്ന് പറയുന്ന PFP സോഷ്യലിസ്റ്റ് നേതാവിനെ പരാജയപ്പെടുത്തി പിണറായി അതിന്റെ ജയിക്കുമ്പോ അതിന്റെ പിറകിൽ സഖ്യകക്ഷി പോലെ BJP ഉണ്ടായിരുന്നു, ജനസംഘം. അന്നത്തെ ജനസംഘം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ വേണം. കേരളത്തിലെ 10 സീറ്റിൽ നിങ്ങൾ ജനസംഘവുമായി ധാരണയാക്കിയിട്ട 10 സീറ്റിൽ മത്സരിച്ചത് KG മാരാർ അടക്കം BJP-യുടെ ഭാഗത്തു നിന്നും പിണറായി വിജയൻ അടക്കം CPM-ന്റെ ഭാഗത്തു നിന്നും നാണമുണ്ടോ? എന്നിട്ട് ആ വോട്ടും വാങ്ങി വിജയിച്ചിട്ട് ഞാനാണ് BJP-യുമായി സഖ്യമുണ്ടാക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടോ? അന്തസ്സുണ്ടോ? BJP-യെ ചൂണ്ടിക്കാട്ടി എന്നെ ഭയപ്പെടുത്തണ്ട. BJP-യുമായുള്ള ബന്ധം എനിക്കല്ല, CPM-നാണ്. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നിങ്ങളോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യം പറയട്ടെ. അങ്ങയുടെ ഒരു വീഡിയോ ഇപ്പോൾ വല്ലാത്ത വൈറലാണ്. തനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ലഭിച്ചാൽ താങ്കൾ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലാതെ വൈറലാണ്. എന്താ ഇത് അർത്ഥം? നിങ്ങളെ പെർമിഷൻ വേണ്ട. CPM പറയുന്നു സുധാകരൻ BJP-യിലേക്ക് പോകും. ഞാൻ ചോദിച്ചു, എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും, നിങ്ങളുടെ പെർമിഷൻ വേണോ? അതിന് പോകുന്നതാണ് എന്റെ അർത്ഥം. എന്റെ ഓപ്ഷൻ നിങ്ങളാണ് വിലയിരുത്തേണ്ടുന്നത്. ഞാൻ എന്റെ ഓപ്ഷൻ ഞാനല്ല വിലയിരുത്തേണ്ടുന്നത്. BJP-യിലേക്ക് പോകാൻ എനിക്ക് ആരെങ്കിലും പെർമിഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഈ സംസ്ഥാനത്ത് നടത്തുന്ന അക്രമത്തോടാണ് എന്റെ എതിർപ്പ്. ചുറ്റിലും നിന്ന് കരുത്തു പകർന്ന എന്റെ 10-28 കുട്ടികളെ വെട്ടി നുറുക്കി കൊന്നും ആ കവന്തങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് നിന്നും റീത്ത് വെച്ച് ഏറ്റുവാങ്ങുമ്പോ വിങ്ങിത്തുടിച്ച മനസ്സുമായി നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ. എനിക്ക് വികാരമുണ്ടാകും. എന്നിട്ടും പിണറായി വിജയന്റെ CPM-ന്റെ 10 ആളെ കൊന്നുകളയാമെന്ന് സുധാകരൻ ചിന്തിച്ചിട്ടില്ല. അതെന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിശ്വാസമാണ്. ഞാനൊരു അക്രമിയാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കൊലപാതകയാകാൻ എനിക്ക് ആഗ്രഹമില്ല, ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. കണ്ണൂരിൽ നിങ്ങൾ നടത്തിയത് ചെറുത്തുനിൽപ്പ് മാത്രം. തിരിച്ചടിച്ചിട്ടില്ല, തിരിച്ചു കൊന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആത്മധൈര്യത്തോടെ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. തെറ്റുകളെ തിരുത്താൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഇനിയും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. അത് നിറവേറ്റാൻ ശ്രമിക്കും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.